സ്ക്രീൻ സൈസും ഒക്കെ ഇന്നത്തെ ഇതായിട്ട് പാലായിലെ ഏറ്റവും വലിയ സ്ക്രീൻ സൈസ് നമ്മുടെയാണ്. കണ്ടുവരുന്നത് 5th ജനറേഷൻ ഓഫ് തിയേറ്റർ ബിസിനസ്സിലേക്കാണ് ഞങ്ങൾ. സിംഗിൾ സ്ക്രീൻ ആയിട്ട് തന്നെയാണ് നമ്മൾ നിലനിർത്തി കൊണ്ടുവന്നത്. യുണൈറ്റഡ് മോട്ടോഴ്സ് ബസ് സർവീസും ഉണ്ടായിരുന്നു. അതെ, പാലക്കാർക്ക് സ്വതവേ കുറച്ച് ഗുസ്തിയോടൊക്കെ കമ്പം കൂടുതലുള്ള ആളുകളാണ്. യൂബിലികളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഈ തിയേറ്ററുകളിൽ കണ്ടമാനം ജനമായിരുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ജനം, എസ്പെഷ്യലി മോഹൻലാൽ സിനിമകൾക്ക്. അന്നത്തെ കാലത്ത് ബാൽക്കണി ഉള്ള തിയേറ്റേഴ്സ് കുറവായിരുന്നു. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫയൽ വാൻമാർക്കാര് ആന്ധ്രയിൽ നിന്നും കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു തിയേറ്ററാണിത്. ഇത് ഓലപ്പുരയായിരുന്നു ആ സമയത്ത്. പ്രേം നസീർ ഉമ്മറൊക്കെ വന്ന് സിനിമ കണ്ടതിന്റെ ഫോട്ടോസും. സിനിമ കഴിഞ്ഞിട്ട് ഫാൻസുമായിട്ട് ഉന്തും തള്ളും അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു സെലിബ്രേഷൻ്റെ മൂഡിലായിരിക്കും അല്ലേ? കാരണം എന്താ, വിഷു ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, ഇനിയിപ്പോൾ ഈസ്റ്റർ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു. സാധാരണയായിട്ട് തിയേറ്റർ ബാൽക്കണിയുടെ വീഡിയോയിലൂടെ കൂടുതലും നിങ്ങൾ എന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ തിയേറ്റർ ബാൽക്കണി ടീം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നിതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രക്ഷോഭവും പിന്നെ ഞാൻ ഗീഗോ, ഞങ്ങൾ 3 പേരോട് ചേർന്നിട്ടാണ് ഈ ഒരു സംഗതി, അതായത് ഈ വീഡിയോസൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ തിയേറ്റർ ബാൽക്കണി ആയിട്ട് മുന്നോട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മാക്സിമം നിങ്ങൾ പറയുന്ന തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പാലായിലാണ് കേട്ടോ. മലയാള സിനിമയിലൂടെ ധാരാളം പാലാക്കാരൻ അച്ചായന്മാരെ കണ്ട് ശീലിച്ച നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാലായിലെ ആദ്യത്തെ തിയേറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇന്ന് തിയേറ്റർ ബാൽക്കണിയിൽ നമ്മൾ യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പാല കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. നമുക്ക് പാല എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക റബ്ബർ, മീനച്ചിലാർ, പിന്നെ മാണിസാർ, ഈ 3 കാര്യങ്ങളായിരിക്കും. മലയാള സിനിമയിലും പാല കേന്ദ്രീകരിച്ചുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു മാസ് പരിവേഷമാണ്. ഭരണങ്ങാനം പള്ളിയും പാലാ കുരിശുപള്ളിയും കടപ്പാട്ടൂർ ക്ഷേത്രവും ഒക്കെ പാലായുടെ പകിട്ട് ഒന്നുകൂടി കൂട്ടുന്നു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെയുള്ള പാലായ്ക്ക് മലയാള സിനിമാ തിയേറ്റർ ചരിത്രത്തിലും വളരെ സുപ്രധാനമായ പങ്കാണുള്ളത്. പാല ടൗണിൽ തന്നെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് യൂണിവേഴ്സൽ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡ് അലോൺ തിയേറ്റർ ബിൽഡിംഗ് ആണിത്. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ യൂണിവേഴ്സൽ എന്നുള്ള ആ ഒരു ബോർഡിന് പുറമെ നമ്മുടെ പഴയ രീതിയിലുള്ള ഓരോ ലെറ്ററുകൾ കയറ്റിയിട്ടിട്ട് ഏതൊക്കെ സിനിമയാണ് കളിക്കുന്നതെന്നൊക്കെ കാണിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ളൊരു ബോർഡ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബോർഡാട്ടോ ഇത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കിട്ടുന്നത്. പരിമിതമായൊരു പാർക്കിംഗ് സൗകര്യമാണ് തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിലുള്ളത്. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 150 രൂപ ഫസ്റ്റ് ക്ലാസ്സിനും 200 രൂപ ബാൽക്കണിക്കുമാണ്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ ലോബിയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ്റെ പുറകിലാണ് നമ്മുടെ പാല പഴയ ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ എൻ്റെ വലതുവശം, അതായത് ഈ തിയേറ്ററിൻ്റെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡും അതിനപ്പുറത്ത് മീനച്ചിലാറും കാണാൻ സാധിക്കും. ധാരാളം സിനിമകളിലൂടെയൊക്കെ നമുക്ക് ഫെമിലിയറായ മീനച്ചിലാറ്, അതുപോലെ തന്നെ പാല പഴയ ബസ് സ്റ്റാൻഡ്, മുന്നിൽ പാല മെയിൻ റോഡ്. സോ അത്യധികം എന്താ പറയുക തിരക്കുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ക്യാൻറ്റീൻ കാണാൻ സാധിക്കും. ഒരു പഴയ രീതിയിലുള്ള ചിപ്സ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു സാധാ ചെറിയൊരു ക്യാൻറ്റീനാണ്. അതുപോലെ തന്നെ ലോബിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്രധാനമായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് കമ്പിയിൽ ഇത്തരത്തിലുള്ള ഡാൻസിൻ്റെ ശില്പങ്ങൾ ഈ ലോബിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഥകളി മുദ്രകളൊക്കെ ഈ തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോബിയിൽ ധാരാളമായിട്ട് ഇരിപ്പിടങ്ങളൊന്നുമില്ല, ഒരു പഴയ രീതിയിൽ തന്നെ ഉള്ള ഒരു ലോബിയാണ്. ലോബിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ മുകളിൽ പോയിട്ട് നമുക്ക് ബാൽക്കണിയിലേക്കും കയറാൻ സാധിക്കും. യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിൽ, അതായത് ഫസ്റ്റ് ക്ലാസിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാലായിലെ ആദ്യത്തെ തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്റർ. 1945, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഒരു ഓലക്കൊട്ടകയായിട്ട് തുറന്ന യൂണിവേഴ്സൽ തിയേറ്റർ ഏകദേശം 70-75 വർഷം മുന്നേ സിനിമയുടെ ഒപ്പം തന്നെ ഗുസ്തിയും നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, പാലക്കാർക്ക് സ്വതവേ കുറച്ച് ഗുസ്തിയോടൊക്കെ കമ്പം കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ എന്തായാലും ആ ഗുസ്തി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമുക്ക് ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ടോട്ടൽ 400 പുഷ് ബാക്ക് സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീറ്റുകളെ പറ്റി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ ധാരാളം തിയേറ്ററിൽ കണ്ടിട്ടുള്ള മോഡൽ പുഷ് ബാക്ക് സീറ്റുകളാണ്. കപ്പ് ഹോൾഡറോട് കൂടിയതാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാളിലെ സീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മിനി സ്റ്റേഡിയം ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. 400 സീറ്റുകളാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 150
50 രൂപയാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റിൽ നീല കളറ്, അതിന് മുകളിലേക്ക് എന്താ പറയുക ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ക്ലോത്ത് കൊണ്ടുള്ള അക്വസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ വീണ്ടും നമ്മുടെ എന്താ പറയുക ജിപ്സം ബോർഡ് കൊണ്ടാണെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു അക്വസ്റ്റിക് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നീല കളറിലുള്ള ആ ഒരു റൂഫാണ്. അതിൽ തന്നെ ധാരാളം LED ബൾബുകളുണ്ട്. ഒരു പ്രത്യേക ഡിസൈൻസിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ താഴത്തെ 10 അടി ഭാഗം എന്ന് പറയുന്നത് ഒരു പരിക്കനാട്ടോ. നമ്മൾ ഏറ്റുമാനൂർ ലോട്ടസ് തിയേറ്ററിൽ കണ്ടില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു പരിക്കൻ പ്രതലമാണ് ഉള്ളത് കേട്ടോ. പണ്ടത്തെ എഞ്ചിനീയർമാർ അക്വസ്റ്റിക്സിന് വേണ്ടിയിട്ട് ചെയ്താണ് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ. ശരിക്കും പറഞ്ഞാൽ 1945 ഈ ഒരു തിയേറ്റർ തുടങ്ങി. അന്ന് ഇതൊരു ഓലക്കൊട്ടകയായിരുന്നു. അതിനുശേഷം 1970-75 കാലഘട്ടത്തിൽ തിയേറ്റർ ആ ഓലക്കൊട്ടക പൊളിച്ചിട്ട് ഇപ്പം ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇവർ നിർമ്മിച്ചു. അന്ന് ഇതൊരു നോൺ AC തിയേറ്റർ ആയിരുന്നു. പിന്നെ 2000 കാലഘട്ടത്തിൽ ഇവിടെ DTS വരികയും 2018 ഇതൊരു AC തിയേറ്ററൊക്കെ ആക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം 75 വർഷം കൊണ്ട് പാലക്കാരെന്ന് മാത്രമല്ല ഏകദേശം ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ധാരാളം പ്രാവശ്യം വന്ന് സിനിമ കണ്ട് പോയിട്ടുള്ള ഒരു തിയേറ്ററാണ് യൂണിവേഴ്സൽ തിയേറ്റർ. എന്തായാലും ഒരു പാലക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിന് ചുറ്റുവട്ടം താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സൽ തിയേറ്ററിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യമേ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്ററിൽ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രശോഭും നിതിനും ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ ഹാളിലേക്ക് കയറുന്നത്. അപ്പോൾ അവരെ ഏറ്റവും അധികം ആകർഷിച്ചതും എന്നോട് ഏറ്റവും അധികം സംസാരിച്ചതും ഇവിടുത്തെ ഈ ഒരു സ്ക്രീനിനെ പറ്റിയാണ്. എന്താ പറയുക, വാൾ ടു വാൾ സ്ക്രീൻ പറയാവുന്ന തരത്തിൽ, അതായത് ഭിത്തിയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഏകദേശം 46 അടിയോളം വീതിയുള്ള 24 അടി ഹൈറ്റുമുള്ള നല്ല അടിപൊളി ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീൻ ആണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റിയുടെ CP4220 എന്ന മോഡൽ 4K പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാമ്പ് മോഡൽ പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബിയുടെ CP750 എന്ന മോഡൽ പ്രോസസ്സറും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കറുകൾ QSCയുടേതാണ്. ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് UFO ആണ്. പണ്ട് ഈ ഒരു തിയേറ്ററിൽ 3rd ക്ലാസ്, 2nd ക്ലാസ്, 1st ക്ലാസ്, അതുപോലെ തന്നെ ബാൽക്കണി, ഇങ്ങനെ 4 ക്ലാസ്സുകളായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 1st ക്ലാസ്സിന് പുറമെ ബാൽക്കണിയാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി കാണാൻ സാധിക്കും. അത്ര ഭീകര ബാൽക്കണി ഒന്നും പറയാൻ സാധിക്കില്ല, ഒരു ചെറിയ ബാൽക്കണിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണി പോയിട്ട് സത്യം പറഞ്ഞാൽ ബാൽക്കണിനെ പറ്റി മാത്രമല്ല കുറേ അധികം വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാൽക്കണിയിലേക്ക് പോകാം. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. എനിക്ക് യൂണിവേഴ്സൽ തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകൾ ഞാൻ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ഡിഗ്രി പഠിച്ചത് പാല സെയിൻറ്റ് തോമസ് കോളേജിലാണ് കേട്ടോ. 2008-2011 കാലഘട്ടത്തിൽ BSc കെമിസ്ട്രി ബാച്ചായിരുന്നു ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പാലയിലേക്ക് വരുന്നത്, അതായത് ഞാനൊരു +2 പഠിക്കുന്ന ഒരു സമയത്ത് ഒരു ബസ്സിന് കയറി വന്നിട്ട് നമ്മുടെ ഈ ഒരു പഴയ സ്റ്റാൻഡിൽ ഇറങ്ങി. ഇപ്പോഴും നമുക്ക് ഈ ഒരു തിയേറ്ററിൽ നിന്നാൽ പാല പഴയ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. ആ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഈ റോട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വലിയൊരു ക്യൂ, ഏതാ സിനിമ എന്നൊന്നും നോക്കിയില്ല, ആ ഒരു ക്യൂവിൽ കയറി അങ്ങോട്ട് നിന്നു. അപ്പോൾ ആ ക്യൂവിൻ്റെ പുറകിൽ ധാരാളം ആളുകളായി. അവസാനം എനിക്കതിൽ നിന്ന് ഊരി പോകാൻ പറ്റാണ്ടായി. അങ്ങനെ വന്ന് ഒരു ടിക്കറ്റ് എടുത്തു, 25 രൂപ എന്തോ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു. സിനിമ ചോട്ടാ മുംബൈ ആയിരുന്നു കേട്ടോ. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ 1st ക്ലാസ്സിൽ അന്ന് എനിക്ക് ലഭിച്ചത്. എന്താ പറഞ്ഞ ഒരു 17കാരനെ സംബന്ധിച്ച് എന്താ പറഞ്ഞ ഒരു വേറൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. ഒരു വലിയ തിയേറ്റർ, നിറയെ ആളുകൾ, എന്താ പറയുക. അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് മോഹൻലാൽ സിനിമകളുടെയും അതുപോലെ തന്നെ മമ്മൂട്ടി സിനിമകളുടെയും ഒരു വലിയ ഫാൻ സെലിബ്രേഷനൊക്കെ നടക്കുന്ന ഒരു തിയേറ്ററാണിത്, എസ്പെഷ്യലി മോഹൻലാൽ സിനിമകൾക്ക്. അപ്പോൾ ഞാൻ ഈ ഡിഗ്രി പഠിച്ച സമയത്തൊക്കെ നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഞങ്ങളിങ്ങനെ ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യത്തെ ദിവസം തന്നെ കാണാൻ പോകും. മിക്കപ്പോഴും യൂണിവേഴ്സലിലായിരിക്കും നല്ല സിനിമകളൊക്കെ വരുന്നത്. അന്ന് ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്ററിന് പുറമെ പാലായിൽ ഉണ്ടായിരുന്നത് മഹാറാണി തിയേറ്റർ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട തിയേറ്ററാണ്. അതുപോലെ തന്നെ യുവറാണി തിയേറ്റർ, ജോസ് തിയേറ്റർ, കുത്തേറ്റ് സിനിമാസ് ഈ അടുത്താണ് കേട്ടോ പാലായിൽ വന്നത്. അപ്പോൾ അന്ന് ഈ ആദ്യത്തെ ഷോയ്ക്കൊക്കെ ഞങ്ങൾ ഈ 5 പേര് മാത്രമല്ല, പലപ്പോഴും കോളേജിൽ നിന്നുള്ള മുഴുവൻ സ്റ്റുഡൻസ്, ഒരു ബാച്ചിലെ മുഴുവൻ സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ടിക്കറ്റ് ഒപ്പിച്ചിട്ടേ പോവുള്ളൂ. കാരണം അതിപ്പോൾ ചിലപ്പോൾ ബ്ലാക്കിനായിരിക്കും, ചിലപ്പോൾ ഉന്തും തള്ളും കൂടിയിട്ടായിരിക്കും, ഇടി കൂടിയിട്ടായിരിക്കും. എങ്ങനെയായാലും ടിക്കറ്റ് എടുത്ത് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇന്നേ വരെ യൂണിവേഴ്സലിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ മറ്റ് തിയേറ്ററിൽ വന്നിട്ടോ പടം കാണാണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് യൂണിവേഴ്സലിലാണ് പടം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മടി ഉണ്ടാവുമായിരുന്നു. കാരണം ബാക്കി 3 തിയേറ്ററിൽ AC ആണ്, ഇത് അന്ന് AC അല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, യൂണിവേഴ്സൽ ആണെങ്കിൽ നല്ല സൗണ്ടാണ്,
അതുപോലെ തന്നെ നല്ല ഓളമായിരിക്കും പടം കാണാൻ. അതുകൊണ്ട് തന്നെ പാലായിലെ ആ ഒരു യൂത്ത് ക്രൗഡിനിടയിൽ അന്നും യൂണിവേഴ്സൽ തിയേറ്റർ ഒരു പൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഓർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി, നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ് സിനിമ കഴിഞ്ഞിട്ട് ഫാൻസുമായിട്ട് ഉന്തും തള്ളും അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറയുക, അതൊക്കെ ആ ഒരു കാലത്ത് അന്നൊക്കെ നടന്നു പോയ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അന്ന് ധാരാളം സിനിമകൾ കണ്ട ആ ഒരു ബാൽക്കണി ഇന്നിപ്പോൾ മുഖം മിനുക്കി ഈ ഒരു രീതിയിലായി. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട്, തിയേറ്റർ ബാൽക്കണി എന്നൊരു ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്ററിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. അന്ന് പഴയ മോഡൽ സീറ്റുകളായിരുന്നു കേട്ടോ, ഫസ്റ്റ് ക്ലാസ്സിലും ബാൽക്കണിയിലൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിനെ സംബന്ധിച്ച് ബാൽക്കണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇന്ന് ബാൽക്കണിയിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാവുന്ന മോഡൽ സീറ്റുകളാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ 150 രൂപയാണ്. രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ 50 രൂപയുടെ ടിക്കറ്റ് ചാർജിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 100ഓളം സീറ്റുകളാണ് ഈ ഒരു ബാൽക്കണിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 2 നിര സീറ്റുകൾക്കും പുറമെ പ്രൊജക്ഷൻ റൂമിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് സീറ്റുകളുണ്ട്. അങ്ങനെയാണ് ആകെ മൊത്തം 100 സീറ്റുകൾ ഉള്ളത്. അപ്പോൾ ബാൽക്കണിയിലാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ താഴെ, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ താഴെ ഭാഗത്താണെങ്കിലും AC പുറമെ ഫാനുകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന ഫാനിൻ്റെ ഹുക്കുകളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോൾ വാൾ ഫാനുകളും അതുപോലെ തന്നെ AC കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ചില്ലിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്കിപ്പോൾ ഈ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പണ്ട് വേർത്ത് കുളിച്ചിരുന്ന് സിനിമ കണ്ടെടുത്ത് ഇന്നിപ്പോൾ ചില്ലിംഗ് ആയിട്ടിരുന്ന് സിനിമ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു തിയേറ്റർ അതായത് 1950കളിലൊക്കെ സിനിമയോടൊപ്പം തന്നെ ഗുസ്തി കൂടി നടത്തിയിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും ഈ ഒരു തിയേറ്ററിൻ്റെ പഴയ കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ ഡയറക്ടേഴ്സ് അവരുടെ ആളുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് അവരിലേക്ക് പോകാം. എൻ്റെ പേര് ആൻഡോ ജോസ് പടിഞ്ഞാറക്കര എന്നാണ്, തിയേറ്ററിൻ്റെ പാർട്ട്ണറാണ്. ഇപ്പോൾ ഈ യൂണിവേഴ്സൽ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ പാലായിലെ ആദ്യത്തെ തിയേറ്ററായിരുന്നു. 1946 ഇത് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള PA തോമസ് പടിഞ്ഞാറക്കര ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1973 ജോസ് തോമസ് പടിഞ്ഞാറക്കര ഫാദർ അദ്ദേഹം റിനോവേറ്റ് ചെയ്ത്, അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ജെമിനി ഗണേശൻ ആയിരുന്നു ഉദ്ഘാടനം, പ്രേം നസീർ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ബാൽക്കണി ഉള്ള തിയേറ്റേഴ്സ് കുറവായിരുന്നു. ഇതായിട്ട് കോട്ടയം ജില്ലയിൽ തന്നെ 98 നമ്മൾ DTS ഇതിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. പിന്നീട് നമ്മൾ 2017-18 രീതിയിലായിരുന്നു നമ്മൾ 4K തിയേറ്റർ 4K ആക്കുകയും 3D 4K അന്നും കോട്ടയം ജില്ലയിൽ തന്നെ വളരെ കുറവായിരുന്നു. AC ചെയ്ത 4K 3D തിയേറ്റർ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ തന്നെ കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ പാലക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ താല്പര്യമുള്ള തിയേറ്റർ ആയിരുന്നു ഇത് വെച്ച് നോക്കുന്നത്. കാരണം സ്ക്രീൻ സൈസും ഒക്കെ ഇന്നത്തെ ഇതായിട്ട് പാലയിലെ ഏറ്റവും വലിയ സ്ക്രീൻ സൈസ് നമ്മുടെയാണ് വന്നിരിക്കുന്നത്. ജീസസ് എന്ന പടം ഭയങ്കരമായിട്ടൊന്ന് ഇവിടെ ഓടിയൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്താൻ 3Dയിലുള്ള നവോദയ, അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ റിലീസ് സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 28-30 സെൻറ്റർ ഉള്ളതിനകത്ത് ഒന്ന് പാലായിരുന്നു ഏത് കാലത്തും. അതുപോലെ തന്നെ ഈ അന്നത്തെ 3D അന്നത്തെ ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ നമ്മുടെ ഈ വൈറ്റ് ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം നിന്നുള്ള കളക്ഷനും ദേവാസുരം സ്ഫടികം ഇങ്ങനെ റെക്കോർഡുകൾ ഷെയറുകൾ വന്ന പടങ്ങൾ ഇഷ്ടംപോലെയാണ് നമ്മളന്ന് കളിക്കാൻ സാധിച്ചത്. അന്നത്തെ ഒരു സിനിമാ ആസ്വാദകർക്ക് എന്നും യൂണിവേഴ്സൽ തിയേറ്റർ ശരിക്കും അവർക്ക് പ്രത്യേക താല്പര്യമുള്ള തിയേറ്ററിലൊന്നായിരുന്നു. തിയേറ്റർ നമ്മൾ സിംഗിൾ സ്ക്രീനായിട്ട് തന്നെയാണ് നമ്മൾ നിലനിർത്തി കൊണ്ടുവന്നത്. കാരണം ആ സ്ക്രീൻ സൈസും ആ ആസ്വാദനം ജനങ്ങൾക്ക് മാക്സിമം കിട്ടുന്നതിന് ഇപ്പോഴും സിംഗിൾ സ്ക്രീൻ അതിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത് ആ രീതി മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇനിയും വരുന്ന ലേറ്റസ്റ്റ് അപ്ഗ്രേഡേഷനൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് മുന്നിൽ വരും കാലങ്ങളിൽ അതും ഉണ്ടാകും. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ട ആ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം അപ്ഗ്രേഡ് ചെയ്തും കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിൽ ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. ഹായ്, നമസ്കാരം. ഞാൻ ജേക്കബ് ടോം പടിഞ്ഞാറക്കര. കുറച്ചു മുമ്പേ സംസാരിച്ച ആൻഡോ ജോസ് പടിഞ്ഞാറക്കരയും എൻ്റെ ഫാദറായ ടോം ജോസ് പടിഞ്ഞാറക്കരയും നോക്കി നടത്തുന്ന തിയേറ്റേഴ്സാണ് യൂണിവേഴ്സൽ. അതിൽ ടോം ജോസിൻ്റെ ഇളയ മകനാണ് ഞാൻ. കണ്ടുവരുന്നത് 5th ജനറേഷൻ ഓഫ് തിയേറ്റർ ബിസിനസ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് യൂണിവേഴ്സൽ തിയേറ്റേഴ്സ്. അതിൽ ഇപ്പം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് ഇതിനേക്കാൾ ഉപരിയായി യുണൈറ്റഡ് മോട്ടോഴ്സ്
ബസ് സർവീസും ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞ ഓർമ്മകൾ വെച്ചിട്ട് ഇത് ഓലപ്പുരയായിരുന്നു ആ സമയത്ത് തിയേറ്ററിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. 1940s ഇവിടെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മൂവീസ് ആയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതേ സമയത്ത് ഈ മൂവീസ് ഇല്ലാത്ത സമയത്ത് ആൾ കുറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുസ്തി മത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യുമായിരുന്നു. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫയൽ വാൻമാർക്കാർ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പം അതൊരു വലിയ സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഒരു ഇമോഷനേക്കാൾ ഉപരി ഒരു വലിയ സെൻസേഷൻ ആയിരുന്നു ആൾക്കാരുടെ ഇടയ്ക്ക്. ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ഇറ്റ്സ് ഫെയർ ഷെയർ ഓഫ് റെനോവേഷൻസ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു റെനോവേഷൻ ഇനോഗ്രേറ്റ് ചെയ്തത് ഡ്യൂറിങ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ടൈം ലൈൻ വാസ് ജെമിനി ഗണേശൻ. പ്രേം നസീർ ഉമ്മറൊക്കെ വന്ന് സിനിമ കണ്ടതിൻ്റെ ഫോട്ടോസും അതെല്ലാം നമ്മൾ ഒരു വലിയ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് റിഗാർഡിങ് ദ സെയിം. അങ്കിൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ സിംഗിൾ സ്ക്രീനായിട്ട് തുടരാനും പിന്നെ കാലഘട്ടത്തിന് ആവശ്യമുള്ള എല്ലാ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുമാണ് ഇപ്പോഴത്തെ പ്ലാൻ. താങ്ക് യു. ചില തിയേറ്ററുകൾക്ക് ടോപ്പ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ബ്രാൻഡിങ് ഇമേജുകളോ ഇല്ലെങ്കിലും ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാവും. അത്തരത്തിലുള്ളൊരു തിയേറ്ററാണ് പാലാ യൂണിവേഴ്സൽ തിയേറ്ററും. ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്തും അതുപോലെ തന്നെ ഗോലി സോഡ കുടിക്കാൻ പോയ സ്ഥലത്തും ഇവിടെ സമീപത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡിലെ ആളുകൾക്കൊക്കെ ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്ററിനെ പറ്റി ചോദിച്ചപ്പോൾ പറയാൻ ധാരാളം ഓർമ്മകളും അനുഭവങ്ങളുമാണ്. കാരണം ഈ ഒരു തിയേറ്റർ ഇവിടുത്തെ സാധാരണക്കാരുമായിട്ട് അത്രയധികം ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകൾ ചോദിച്ചറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ദൂരെയൊന്നും പോകേണ്ട വന്നില്ല. തിയേറ്ററിന് സമീപത്ത് തന്നെ കട നടത്തുന്ന ബിജിച്ചേട്ടൻ പറഞ്ഞു കുറേയധികം ഓർമ്മകളും അനുഭവങ്ങളും. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഷോപ്പ് നടത്തുന്ന ആളാണ്. ഞാൻ പാലായ്ക്ക് സമീപം കുറുമണ്ണ് സ്വദേശിയാണ്. എങ്കിലും എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ പാലായിലാണ് ഏതാണ്ട് പഠനവും തുടർന്നുള്ള ഇതുപോലുള്ള ജോലികളും ഒക്കെ ചെയ്യുന്നത്. ആ കാലങ്ങളിൽ തിയേറ്ററിൽ AC ഒന്നും അല്ലായിരുന്നു. യൂണിവേഴ്സിറ്റി AC ഒന്നും അല്ലായിരുന്നു. ഇപ്പം കുറേ കാലമായിട്ട് AC ആണ്. അന്നത്തെ പോലെ സീറ്റുകളെല്ലാം മാറി, മുമ്പേ പറഞ്ഞതുപോലെ സ്ക്രീനുകൾ മാറി, നല്ല സെറ്റപ്പോട് കൂടി ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നല്ല കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു തിയേറ്ററാണിത്. പിന്നെ മുൻകാലങ്ങളിൽ ബസ്സുകളിൽ വന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഇതുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വാഹനങ്ങളായി. അങ്ങനെ വാഹനങ്ങളുടെ തിരക്കും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം വാഹനങ്ങളുടെ തിരക്കും കൂടിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലും 4 വീലർ വാഹനങ്ങളിലൊക്കെയാണ് ജനങ്ങൾ കൂടുതലായിട്ട് ഈ തിയേറ്ററിനെ ആശ്രയിക്കുന്നത്. അതുപോലെ ജൂബിലി പെരുന്നാളിന് എൻ്റെ ഓർമ്മയിൽ ജൂബിലി പെരുന്നാൾ ഈ പാലായിലെ ഒരു പ്രമുഖ ക്ഷേത്രമായ ആലം ക്ഷേത്രം ഇവിടങ്ങളിലൊക്കെ വരുന്ന ഉത്സവങ്ങൾ ജൂബിലികളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഈ തിയേറ്ററുകളിൽ കണ്ടമാനം ജനമായിരുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ജനം അന്നൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ സെക്യൂരിറ്റിക്കാരെയൊക്കെ നിർത്തി സിനിമ നടത്തുന്ന ഒരു കാലഘട്ടത്തെ പറ്റി ഞാനിപ്പോൾ ഈ സമയത്ത് ഓർക്കുകയാണ്. തിയേറ്ററിനുള്ളിൽ മാത്രമല്ല, തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ മാത്രമല്ല, തിയേറ്ററിൻ്റെ ഫ്രണ്ട് വശമായി ഈ സൈഡൊക്കെ വളരെയധികം ഏതാണ്ട് ഒരു ജൂബിലി പെരുന്നാൾ പോലെ ഇവിടെയും ഉത്സവം പോലെയൊക്കെ ജനങ്ങൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുമായിരുന്നു ഈ പറഞ്ഞ നായകന്മാരുടെയൊക്കെ ചിത്രങ്ങൾ കാണാനായിട്ട്. ഇവിടെ മുൻകാലങ്ങളിൽ മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്, സൂര്യ തുടങ്ങിയ ജനനായകന്മാരുടെ ചിത്രങ്ങൾ വരുമ്പോൾ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. ഇപ്പോഴും അവരുടെ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ഇത് രാവിലെ തന്നെ ഉണ്ടാകാറുണ്ട്. ഫാൻസുകാർ, അവരുടെ ആരാധകർ എല്ലാം ഉണ്ടാകാറുണ്ട്. യൂണിവേഴ്സൽ തിയേറ്റർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ തിരക്ക് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് AC തിയേറ്ററാണ്. ഈ ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പാലായിലെ ഏറ്റവും നല്ല സ്ക്രീൻ എന്നാണ് ജനം അവകാശപ്പെടുന്നത്. പടം കാണാനൊക്കെ ഏറ്റവും നല്ല സ്ക്രീനാണ് ഈ തിയേറ്ററിലൊക്കെ ഉള്ളത്. ഇപ്പം പിന്നെ ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ സമയത്ത് മാത്രം വന്ന് കുറച്ച് ആൾക്കാർ വന്നു. അതിന് മുമ്പ് ടിക്കറ്റ് എടുക്കുന്നവർ കുറവാണ്. ഓൺലൈനിൽ വന്ന് അന്നേരം വന്ന് കയറി പോകുന്നുണ്ട്. തിയേറ്ററിൽ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങൾ വരുമ്പോൾ ഹൗസ്ഫുള്ളാണ് രാവിലെ തൊട്ട് ഭയങ്കരമാണ്. ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ പടം കഴിഞ്ഞ ദിവസം എമ്പുരാൻ വന്നു. അതിന് നല്ല തിരക്കായിരുന്നു. അതുപോലെ മറ്റ് നായകന്മാരുടെയൊക്കെ ഈ പറഞ്ഞ നായകന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വരുമ്പോൾ വളരെയധികം തിരക്കുകൾ കാണുന്നുണ്ട്. യൂണിവേഴ്സ് തിയേറ്റർ വളരെ നന്നായിട്ട് പോകണമെന്നാണ് ഇനിയുള്ള കാലം ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചിന്താഗതികൾ. അതങ്ങനെ പോട്ടെ എന്ന് ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. എന്താ അല്ലേ നമ്മളോട് ഈ തിയേറ്ററിന്റെ ഓണർമാർ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ സിനിമയും ഗുസ്തിയും ഒരുമിച്ച് നടന്നിരുന്ന ആ ഒരു സ്ഥലത്ത്
പുതിയ ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഇന്നും അതിൻ്റെയൊക്കെ ആ ഒരു അലയൊലികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ തിയേറ്റർ പാല എന്നുള്ളത്. അപ്പോൾ പാല യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഗുസ്തി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറഞ്ഞ ദിവസം ഈ ഒരു തിയേറ്ററിൽ ഓടുന്ന സിനിമ എന്ന് പറയുന്നത് ആലപ്പി ജിംഖാനയാണ്. അതായത് ഗുസ്തി ബോക്സിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.